നമസ്കാരം, JK മീഡിയയിലേക്ക് സ്വാഗതം. ഇന്ന് ഏകദേശം വെളുപ്പിലെ 12:30 മാവളയിൽ നടന്ന ഒരു അപകടത്തിൽ 3 ജീവനുകളാണ് നഷ്ടപ്പെട്ടത്. കൊല്ലം ജില്ലയിലെ പുനലൂർ കരവാളൂർ മാവളയിൽ നടന്ന വാഹന അപകടത്തിൽ അഞ്ചൽ തഴമേ ചൂരക്കുളം അക്ഷയ ഭവനിൽ മണിരാജ് രാജി ദമ്പതികളുടെ മകനാണ് മരണപ്പെട്ട അക്ഷയ്. സഹോദരി അക്ഷര. മൃതദേഹം പുനലൂർ താലൂക്ക് ഹോസ്പിറ്റൽ മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. കൂടെ യാത്ര ചെയ്ത അഞ്ചൽ തഴമേ ജയജ്യോതി ഭവനിൽ രഘു ബിന്ദു ദമ്പതികളുടെ മകൾ ബാംഗ്ലൂർ നേഴ്സിംഗ് വിദ്യാർത്ഥിനിയാണ്. ശ്രുതിലക്ഷ്മി 10ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. കരവാൾ സ്കൂളിലാണ് പഠിക്കുന്നത്. അഞ്ചൽ നിന്നും മാവള ക്ഷേത്രത്തിന് സമീപം വെച്ച് ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ച ടൂറിസ്റ്റ് ബസ്സിൽ ഓട്ടോറിക്ഷ ഇടിക്കുകയാണ് ഉണ്ടായത്. JK മീഡിയയ്ക്ക് വേണ്ടി കരവാളിൽ നിന്നും ബിനു. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ടായിരുന്നു. ഇന്നത്തെ നമ്മുടെ പുൽകുന്നം ഭാഗത്തൊക്കെ അതൊക്കെ ഉണ്ട്. സ്റ്റേഷൻ്റെ ജനമൈത്രി പോലീസിൻ്റെ ഭാഗമായിട്ടൊക്കെ എരുവേലി ആ ഭാഗങ്ങളിലൊക്കെ ഉണ്ട്. പക്ഷേ ഈ ദീർഘദൂര സർവീസ് ബസ്സുകളെ സംബന്ധിച്ച് ഇത്തരത്തിലുള്ളവർ ഉറങ്ങിപ്പോയി. അവർക്ക് ഈ റൂട്ടും കാര്യങ്ങളൊന്നും കൃത്യമായിട്ട് അറിയത്തില്ലാത്തതുകൊണ്ട് മലയോര ഹൈവേകളിൽ കൂടി അവർ ഇങ്ങനെ യാത്രാമധ്യേ അവർ അറിയാതെ ഒരു നിമിഷം ഒന്ന് കണ്ണു മയങ്ങി പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു കുടുംബത്തിൻ്റെ ഇതുപോലെ തീരാ കഥകളായി മാറി ഒരുപാട് ദുരന്തങ്ങൾ നമ്മളെ നാടിനെ നടക്കുന്നു. ഇപ്പോൾ ഈ പറയുന്ന ഈ കുടുംബത്തിലെ അല്ലെങ്കിൽ ഈ ഒരു മരണം നാടിനെ ഒന്നാകെ ദുഃഖത്തിലാഴ്ത്തിയിരിക്കുകയാണ്. ഇത്തരം ദുരന്തങ്ങൾ സംഭവിക്കാതിരിക്കുവാൻ വേണ്ട നടപടികൾ ഒന്നെങ്കിൽ സ്പീഡ് ബ്രേക്കറുകൾ പോലുള്ള സംവിധാനങ്ങൾ വീണ്ടും പോലീസിൻ്റെ ഭാഗത്തു നിന്ന് അധികാരികളുടെ ഭാഗത്തു നിന്ന് ചെയ്യുക. അതുപോലെ തന്നെ ഏറെ വേണ്ടപ്പെട്ട ശ്രദ്ധ ചെലുത്തണം. ശ്രുതിലക്ഷ്മി ഇവരുടെ ബന്ധുവായ ശ്രുതിയെ കരവാളൂരിൽ കൊണ്ടാക്കാനായി പോയതായിരുന്നു. രാത്രി ഇങ്ങനെ സ്റ്റേഷനിൽ വിളിച്ച് പറഞ്ഞു വേണം അറിയുന്ന കാര്യങ്ങൾ അറിയുന്നു. നമ്മളതിന് ബന്ധപ്പെട്ടു. ജ്യോതിലക്ഷ്മിയും ശ്രുതിയും ബന്ധുക്കളല്ലേ? അതെ അതെ അതെ. ചേട്ടത്തി അനിയത്തി മക്കളാണ്. ചേട്ടത്തി അനിയത്തി മക്കളാണ്.